നിലവിലെ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റായ നേമം ഷജീർ വർഷങ്ങൾക്ക് മുൻപ് താൻ ഏറ്റുവാങ്ങേണ്ടി വന്ന പോലീസ് മർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ്. ജനനേന്ദ്രിയത്തിന് ഉൾപ്പെടെ പരിക്കേറ്റ സംഭവത്തിൽ 7 വർഷങ്ങൾക്കിപ്പുറമാണ് കേസിൽ എഫ്ഐആർ പോലും ഇട്ടത്. 2017 നേമം പോലീസ് സ്റ്റേഷൻ SI ആയിരുന്ന സമ്പത്തിനെതിരെയാണ് ഈ ഗുരുതര ആരോപണം. യൂത്ത് കോൺഗ്രസിന്റെ നിലവിലെ തിരുവനന്തപുരം ജില്ലാ അധ്യക്ഷനാണ് നേമം ഷജീർ. 8 വർഷങ്ങൾക്ക് മുമ്പ് നേമം പോലീസ് സ്റ്റേഷനിൽ വെച്ച പോലീസിന്റെ അതിക്രൂര മർദ്ദനത്തിന് ഇരയായാൽ 2017 മെയ് മാസം 14-ാം തീയതിയാണ് പോലീസ് സ്റ്റേഷനിൽ ഈ സംഭവം ഉണ്ടാകുന്നത്. അന്ന് എൻ്റെ സഹപ്രവർത്തകനും ബൂത്ത് പ്രസിഡന്റായ ഒരു കണ്ണനെതിരെ ഒരു പരാതി ഉണ്ടായിരുന്നു. പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് കണ്ണനെ വിളിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അന്നേ ദിവസം ഈ കണ്ണൻ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ ഈ കണ്ണനെ അജയകുമാരൻ തല്ലുന്നത്, ഞാൻ പുറത്തേക്കുമ്പോൾ തല്ലുന്നത് കണ്ട് ഞാൻ ഇടപെടുമ്പോഴാണ് ഈ വിഷയം ഉണ്ടാകുന്നത്. അങ്ങനെ ഒരു ഇടപെടൽ നടത്തിയപ്പോൾ പോലീസിന് പ്രകോപനം ഉണ്ടായി. എന്നെ തന്നെ നേരിട്ടൊന്ന് ആദ്യം 2 തല്ലുകയും ചെയ്തു. അപ്പോൾ നീ ആരുടെ ഇടപെടാൻ എന്ന് ചോദിച്ചുകൊണ്ട് വീണ്ടും തല്ലി എന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് വീണ്ടും അടിച്ച് ഇറക്കുകയാണ് ഉണ്ടായത്. ഞാൻ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ നിന്ന് എൻ്റെ പ്രതിഷേധം അറിയിച്ചു. എന്നെ വലിച്ചകത്തേക്ക് സ്റ്റേഷനകത്തേക്ക് കൊണ്ടുപോയി. പിന്നെ ക്രൂരമായ മർദ്ദനമാണ് പിന്നീട് ഉണ്ടായത്. ആദ്യം ഒരു 10-60 തവണ എൻ്റെ ചെകിടത്ത് ഈ 2 പോലീസുകാർ അടിച്ചു. അതിനുശേഷം SI സമ്പത്ത് വന്നിട്ട് മുട്ടുകയറ്റി നിരവധി തവണ എൻ്റെ അടിവയറ്റിലും ശരീരത്ത് ക്രൂരമായി ഇടിച്ചു. അത് കഴിഞ്ഞിട്ട് എന്നെ കുനിച്ചു നിർത്തി ഇടിച്ചു. അങ്ങനെ എത്രയോ മണിക്കൂറുകളാണ് എന്നെ ഉപദ്രവിച്ചത്. അതിനുശേഷം അകത്തേക്ക് ഒരു പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിലൊരു റൂമുണ്ട്, അതിനകത്ത് കൊണ്ടുപോയി പിന്നെ എൻ്റെ ഇടുപ്പിൽ ഒരു 10-100 തവണയെങ്കിലും ചവിട്ടിയിട്ടുണ്ടാവും. ഓരോ തവണയും ഞാൻ എന്നോട് എഴിക്കാൻ ആവശ്യപ്പെടുകയും ഞാൻ എഴിച്ച് വരുമ്പോൾ വീണ്ടും എന്നെ ചവിട്ടി തറയിടും. അങ്ങനെ അദ്ദേഹം ഞാൻ ഇങ്ങനെ അവസാനം എന്നെ ഉപദ്രവിക്കല്ലേ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ കാല് വരെ പിടിക്കുന്നൊരു സംഭവമുണ്ട്. പക്ഷേ അല്പം പോലും വിട്ടുവീഴ്ച ചെയ്തില്ല. അവൾ വീണ്ടും എന്നെ ചവിട്ടിക്കൊണ്ടിരുന്നു. എന്നെ ക്രൂരമായി ഇടിച്ചു. ഞാൻ 1 മണിക്കൂറോളം എന്നെ ഇടിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഏകദേശം എൻ്റെ ബോധമൊക്കെ പോയി. അവസാനം ഞാൻ ഇവിടെ കിടന്ന് മരിക്കുമെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ സമ്പത്തും അതിൻ്റെ നേതൃത്വത്തിലുള്ള സമ്പത്തും മറ്റു പോലീസുകാരും എന്നെ ഈ അവരുടെ ജീപ്പിലിട്ട് വേറൊരു പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് തള്ളുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അത്രയും വളരെ ക്രിമിനലായിട്ട് ബുദ്ധിയോടുകൂടി ചിന്തിക്കുന്നവരാണ്. അപ്പം ഈ പോലീസ് സ്റ്റേഷനിൽ കിടന്ന് മരിച്ചാൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് അവരുടെ അപകടം. കണ്ണുറന്നപ്പോൾ കണ്ടത് കുറേ പേപ്പറുകളും പിന്നെ വൃത്തിയില്ലാത്തൊരു വാഷ് ബേസൊക്കെ ഉള്ള ഉപയോഗിക്കാത്തൊരു റൂമിനകത്ത് എന്നെ കിടത്തിയിരിക്കുന്നതാണ് പിന്നീട് ഞാൻ കണ്ണുറന്നപ്പോൾ കണ്ടത്. പിന്നെ അവസാനം ഈ എന്നെ കൊണ്ടുപോയി പോലീസുകാരൻ ഞാൻ ആക്സിഡൻ്റായി വഴി കിടന്ന് കിട്ടിയതാണ് എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു എന്നാണ് അതിനകത്ത് അന്ന് ഉണ്ടായിരുന്ന പാറാവരൻ, ആ തിരുവല്ല സ്റ്റേഷനിലെ പാറാവരൻ തന്നെ പറഞ്ഞു. പാർട്ടി പ്രവർത്തകരാണ് എന്നെ എടുത്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയപ്പോൾ തന്നെ അത് അടിയന്തരമായി എൻ്റെ ഭക്ഷണത്തിലും ഈ പറയുന്ന ജനനേന്ദ്രിയത്തിലൊക്കെ ഭയങ്കര സാരമായ പരിക്കുണ്ട് എന്ന് പറഞ്ഞു. അടിയന്തരമായി ശസ്ത്രക്രിയ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഇതെല്ലാം രേഖാമൂലം പരാതി കൊടുത്തിട്ട് ഗുരുതരമായ പരിക്ക് എനിക്ക് ഉണ്ടായിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടിട്ട് പോലും ഈ പോലീസിനെതിരെ, SI സമ്പത്തിനെതിരെ, അജയകുമാറിനെതിരെ ഒരു നടപടി പോലും എടുക്കാൻ തയ്യാറായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അന്ന് CCTV ദൃശ്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഒരാൾ പോലും എനിക്ക് തന്നിട്ടില്ല. പക്ഷേ 7 വർഷത്തിന് ശേഷമാണ് ഈ പോലീസുകാരനെതിരെ FIR പോലും ഇടാൻ ഈ പോലീസ് തയ്യാറായി. 3-ാം മുറ കൃത്യമായി നടപ്പിലാക്കുന്ന ആളുകളാണ്. ഒരു വിട്ടുവീഴ്ചയില്ലാതെ, ഒരു മനസാക്ഷി ഇല്ലാതെ മനുഷ്യരോട് പെരുമാറുന്നുണ്ട്. മനുഷ്യത്വം തീരെ ഇല്ലാത്ത ആളുകൾ കുറേ ഉണ്ട് ഇതിനകത്ത് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ പോലീസ് FIR ഇട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ കേസിന്റെ പിന്നാലെ ഒരു നടപടിയോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിൽ തന്നെയാണ് ഇപ്പോഴും അദ്ദേഹം ഉള്ളത്. ജയചന്ദ്രൻ പുല്ലമറയ്ക്കൊപ്പം ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.